നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ സാമീപ്യം ഈ ഒരു സമയത്ത് എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങൾ തമ്മിലിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കണം. നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായുള്ളതായിട്ടും കാണുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് എന്തുകൊണ്ടോ ആ വ്യക്തിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് ഇല്ല. നിങ്ങളെ ഫേസ് ചെയ്യാൻ പോലും കഴിയാത്തൊരു സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഈ വ്യക്തി മറച്ചു വെക്കുന്നുണ്ട്. മേ ബി അത്തരം കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ഉപേക്ഷിക്കുമോ, നിങ്ങൾ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെ ഉപേക്ഷിക്കുമോ എന്ന് പോലും ആ വ്യക്തി ഭയക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു ഫാമിലി ലൈഫാണ്. വളരെ കുറച്ച് പേർക്ക് ഇത് മാരേജിന് ശേഷമുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് കാണുന്നുണ്ട്. മേ ബി ആ വ്യക്തി ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയതിനു ശേഷം നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നതായിരിക്കാം. പക്ഷെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെ അവർക്ക് ഒരുപാട് സന്തോഷം അവരുടെ റിയൽ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിനെ ഒന്നിൻ്റെ പേരിൽ ഉപേക്ഷിക്കാൻ ആ വ്യക്തിക്ക് ഇപ്പോൾ മനസ്സ് വരുന്നില്ല. അത്രമാത്രം ഒരു അറ്റാച്ച്മെന്റ് ആണ് അവർക്കിപ്പോൾ നിങ്ങളോട് തോന്നുന്നത്. ഡെഫിനറ്റ്ലി അവര് ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കലുണ്ട്. ഈ ഒരു മൊമെന്റിൽ പോലും അവരുടെ ഈ ലോകം തന്നെ ഒന്ന് മാറി മറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് മാത്രമുള്ള ഒരു ലോകത്തിലാണ് അവരെപ്പോഴും ഉള്ളത്. അത്തരം ഒരു ഇമാജിനറി വേൾഡിലാണ് ആ വ്യക്തി എപ്പോഴും കഴിയുന്നത് എന്ന് കാണുന്നുണ്ട്. ഓരോ സമയത്തും നിങ്ങളുടെ സാമീപ്യം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളും ഈ ഒരു സമയത്ത് സ്പിരിച്വൽ വേയിലേക്കൊക്കെ മൂവ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് ആങ്ഷ്യസ് ആണ് ഈ വ്യക്തി. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്തിട്ട് തന്നെ ഒരുപാട് ആങ്ഷ്യസ് ആണ്. അവർക്ക് എപ്പോഴും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാവണമെന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ട്. പക്ഷെ എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ആ വ്യക്തിക്ക് അറിയുന്നുണ്ടാവില്ല. നിങ്ങളെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് യെസ്, ലൈഫിൽ ഒരുപാട് ഇംബാലൻസ് സിറ്റുവേഷൻ ഈ വ്യക്തി ഫേസ് ചെയ്തിരുന്ന ഒരു സമയത്ത് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനുള്ളൊരു സാധ്യതയുണ്ടായി. ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ ആ വ്യക്തിയുടെ ലൈഫിൽ ഇംബാലൻസ് ആയിരുന്ന എല്ലാ കാര്യങ്ങളും നോർമലായിട്ട് മാറിയതായിട്ടും ഒരുപാട് ഹാപ്പിനെസ് ആ വ്യക്തിയുടെ ലൈഫിൽ സംഭവിച്ചതായിട്ടും ആ വ്യക്തിക്ക് ഫീൽ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒന്നിൻ്റെ പേരിൽ ഉപേക്ഷിക്കാൻ ആ വ്യക്തി തയ്യാറല്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രണയം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് വളരെ പ്യൂരിറ്റിയോട് കൂടി തന്നെ ആ വ്യക്തി കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മേ ബി ആ വ്യക്തി ഇത്രയധികം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള ആ ഒരു ഇഷ്ടം അത് വളരെ ആഴത്തിലുള്ളൊരു പ്രണയമായി മാറണമെന്ന് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളോടുള്ള പ്രണയം എത്രമാത്രമാണ്, ഈ ഓരോ മൊമെന്റിലും അവർ നിങ്ങളുടെ സാമീപ്യം എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് അവരുടെ ഹൃദയം പറയുന്നു. അവരുടെ ഹൃദയത്തിൽ അത്രമേൽ പ്രണയമാണ് നിങ്ങളോടുള്ളത്. മേ ബി ഈ അടുത്ത ദിവസങ്ങളിലായിരിക്കും ആ വ്യക്തി നിങ്ങളോടത് തുറന്നു പറയാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഓക്കെ, മേ ബി ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള റിയൽ ഫീലിങ്സ് എന്താണ് എന്ന് നിങ്ങളെ അറിയിക്കാണ്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ ഒരു മുഖംമൂടി അണിഞ്ഞു നിൽക്കുന്ന പോലെയാണ് ആ വ്യക്തി കാണപ്പെടുന്നത്. തീർച്ചയായിട്ടും അവർക്ക് മറ്റാരുമായോ ചിലപ്പോൾ മറ്റൊരു വ്യക്തിയുമായിട്ടോ ഉള്ള വളരെ ഡീപ്പായിട്ടുള്ള അറ്റാച്ച്മെന്റ് കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരാൻ കഴിയാത്തതിലും നിങ്ങളുടെ സാമീപ്യം അവർക്ക് ലഭിക്കാത്തതിലും ഒരുപാട് ആ വ്യക്തി സങ്കടപ്പെടുന്നുണ്ട്. ആ വ്യക്തി എത്രമാത്രം സങ്കടപ്പെടുന്നു എന്നുള്ളത് പോലും നിങ്ങൾ അറിയുന്നുണ്ടാവില്ല. ഓക്കെ, അത്രമാത്രം ഒരു ആഴമേറിയ ഒരു റിലേഷൻഷിപ്പ് ആണ് ഇതെന്ന് കാണുന്നുണ്ട്. ഓക്കെ, യെസ്, നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. മേ ബി അതൊരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പാരൻസ് ആയിരിക്കാം, നിങ്ങളുടെ പാരൻസ് ആയിരിക്കാം,
വളരെ സ്ട്രോങ് ആയിട്ടുള്ള എതിർപ്പുകൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് അത് ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിരിക്കാം. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിരിക്കാം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് കാണുന്നത്. എന്ത് തന്നെയായിരുന്നാലും നിങ്ങൾ തമ്മിലിപ്പോൾ നോ കോണ്ടാക്റ്റിലാണ്, ബ്രേക്കപ്പിലാണ് എന്ന് കാണുന്നുണ്ട്. അവർക്ക് അത്രമാത്രം ആഴത്തിലുള്ള ഒരു മുറിവേറ്റതായിട്ട് കാണുന്നുണ്ട്. വളരെയധികം വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇഷ്യൂ അവരുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ ഒരു പ്രണയം, നിങ്ങൾ തമ്മിലുള്ള ഒരു പ്രണയം എന്ന് പറയുന്നത് വളരെ മാജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏഞ്ചലിക് ആയിട്ടുള്ള ഒരു പ്രണയമാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, ഈ പ്രണയബന്ധത്തിൽ മാലാഖമാരുടെ അല്ലെങ്കിൽ ഏഞ്ചൽസിന്റെ സപ്പോർട്ട് വളരെ വളരെയധികം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അത്രമാത്രം ഒരു മാജിക്കൽ കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിന്റെ സപ്പോർട്ടോടു കൂടി മേ ബി നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ജന്മത്തിലും ഒന്നിച്ച് ചേരേണ്ട ഒരു സാഹചര്യം കാണുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിലുണ്ട്. പക്ഷെ അത് ഫ്യൂച്ചറിൽ ചേഞ്ച് ആയി വരുമെന്നാണ് ഇവിടെ കാണുന്നത്. അത്രമാത്രം ഈ വ്യക്തിയുടെ സ്നേഹം, ബന്ധം, നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ വളരെ വളരെ ഡീപ്പാണ്. ഓക്കെ, അത്രമാത്രം നിങ്ങളോടൊരു അറ്റാച്ച്മെന്റ് ഈ വ്യക്തിക്കുണ്ട്. ഓക്കെ, I need your time and commitment. I know I didn't provide you the things you deserve, but now I am ready. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന സ്നേഹവും കമ്മിറ്റ്മെന്റും ഒക്കെ തരാൻ അവരിപ്പോൾ തയ്യാറാണ്. അതുപോലെ തന്നെ നിങ്ങളും അവരെ സ്നേഹിക്കണം. നിങ്ങളുടെ സമയവും കമ്മിറ്റ്മെന്റും ഒക്കെ അവരും ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൊമെന്റ് വെൻ വി വിൽ ബി ടുഗദർ. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരുന്ന ആ ഒരു നിമിഷത്തെക്കുറിച്ച് അവരൊരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. മേ ബി അവർ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പ്രസൻസ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഐ ഫീൽ ഗിൽറ്റി ഓഫ് വാട്ട് ഐ ഹാവ് ഡൺ. ഐ ഫീൽ ഹെൽപ്ലെസ്. അവർ ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തവർക്ക് ഇപ്പോൾ ഒരുപാട് ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ ഫീൽ സോ ഹെൽപ്ലെസ്. ഐ ആം ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ഐ വോണ്ട് ടു ബി വിത്ത് യു. ഇപ്പോൾ അവർ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹെൽപ്ലെസ് സിറ്റുവേഷനാണ്. ഇപ്പോഴും അവർ നിങ്ങളുടെ പ്രസൻസ് ഒരുപാട് ആഗ്രഹിക്കുന്നു. ഐ വിഷ് ടു സർപ്രൈസ് യു. എന്നിട്ടും അവർ നിങ്ങളെ സർപ്രൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി അവർ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നുണ്ടാവാം, നിങ്ങളെ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. എന്തോ ഒരു സർപ്രൈസ് നിങ്ങൾക്ക് തരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. യു ആർ ഓൾവേസ് ഇൻ മൈ ഹാർട്ട്. അവരുടെ ഹൃദയത്തിൽ എപ്പോഴും നിങ്ങളാണ് എന്നും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന മെസ്സേജസ്.